എല്ലാവരും പോലെ തന്നെ ശനിയും ഞായറും ഞാൻ കിച്ചണിലേക്ക് എത്താൻ നല്ല ലേറ്റ് ആവും കേട്ടോ. എഴുന്നേൽക്കാൻ ഇതുമ്പോൾ മദ്രസക്ക് പോകാനുള്ളതുകൊണ്ട് നേരത്തെ എഴുന്നേൽക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇവിടെ ഇങ്ങോട്ട് എത്തണേ കുറച്ച് ടൈം എടുക്കും. ഇതൊക്കെ ഇന്നലെ കഴുകി വെച്ച രാത്രി കഴുകി വെച്ച പാത്രങ്ങളാണ്. അപ്പം ഇപ്പോൾ വെക്കാനൊന്നും കറക്റ്റ് സ്ഥലവും കാര്യങ്ങളൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചു. പിന്നെ ഇതാ ഫ്ലാസ്കിലേക്ക് പാരാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ച് പാർന്നു. ഇന്നലെ രാത്രി കുറേ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തത് കാണുന്നതൊക്കെ ഇന്നലെ രാത്രി അലക്കി ഉണക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിട്ട് സെറ്റാക്കി വെച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇന്ന് പ്ലംബിംഗ് അല്ല വയറിങ്ങിൻ്റെ കുറച്ച് പണി ബാക്കിയുണ്ടായിരുന്നേ. അത് ഇങ്ങനെ തീർക്കാൻ വേണ്ടിയിട്ട് പണിക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ പുറത്താണ്, അപ്പോൾ അകത്ത് പണിയൊന്നുമില്ല. പക്ഷേ ആ സൈഡിലായതുകൊണ്ട് ഞാൻ ചിക്കൻ കറി ഇത് അവിടുന്ന് കറണ്ട് അടുപ്പുമ്പോൾ ഒന്ന് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ചിക്കൻ കറി ഇങ്ങനെ തകൃതിയായിട്ട് ഉണ്ടാക്കുന്ന സമയത്താണ് നമ്മൾ മിന്ത്രയിൽ നിന്ന് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോന്നോരോന്നായി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വന്നു, അത് വാങ്ങി വെച്ച് അലമാരയിൽ കൊണ്ടുവച്ച് അതിൻ്റെ ഒരു കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള അൺബോക്സിങ് വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. അത് അങ്ങനെ ഇങ്ങനെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കണ്ടല്ലോ. വീണ്ടും ഞാൻ കിച്ചണിലേക്ക് എത്തി. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ കറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇതാ ദോശയാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കണം ഒന്നും ഒരു പ്ലാൻ ഇപ്പോൾ ഉള്ള കേട്ടോ. പഴയ ഒരു ജീവിത ശൈലിയിലേക്ക് നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. കാരണം സാധനങ്ങളൊക്കെ പല സ്ഥലത്താണ്. പിന്നെ നമ്മൾ ഒന്നായിട്ട് ഇങ്ങോട്ട് കുറച്ച് സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി വെക്കുമല്ലോ, അങ്ങനെ ഒന്നും കൊണ്ടുപോയി വെക്കില്ല. ആവശ്യത്തിന് ഇപ്പോൾ ഇവിടെ അടുത്തുള്ള കടയിൽ നിന്ന് ഇങ്ങനെ ആവശ്യത്തിന് കുറച്ച് വാങ്ങിയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. കാരണം ഈ കബോർഡും കൂടി വെച്ചിട്ട് നമുക്ക് എല്ലാം അടക്കി പുറക്കി സെറ്റാക്കി വെക്കാമല്ലോ എന്ന് കരുതി. ഈ പാത്രങ്ങളൊക്കെ വലിയ പാത്രങ്ങളും നമ്മൾ ഇട്ട് വെക്കുന്ന പാത്രങ്ങളൊക്കെ പൊടി വാരി കിടക്കട്ടെ. അപ്പോൾ ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഓരോന്നോരോന്നാക്കി റെഡിയാക്കി വെക്കണം എന്നൊക്കെയാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എനിക്ക് എന്തുണ്ടാക്കണം എന്നൊന്നും ഒരു പ്ലാനൊന്നുമില്ല. അപ്പോൾ ഞാൻ ഏതായാലും ദോശ കെട്ട് എളുപ്പം ഉണ്ടാക്കാൻ വേണ്ടി ദോശ കെട്ട് ഉണ്ടാക്കിയിട്ട് അപ്പോഴേക്ക് ഈ ഭാഗത്തുള്ള നമ്മുടെ വയറിങ്ങിൻ്റെ പണി തീർന്ന് അയാൾ അപ്പുറ സൈഡിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ദോശ ഇങ്ങനെ ഓരോന്നോരോന്നായി ചുടുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൂപ്പരെന്തോ സാധനം വാങ്ങാൻ വേണ്ടി പോയ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് അകത്ത് വന്നപ്പോൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ പണിക്കാർ വന്നാൽ പിന്നെ മൂപ്പർക്ക് എന്താ ഫുഡ് കഴിക്കണമെന്നോ അങ്ങനത്തെ ഒരു ഓർമ്മയുണ്ടോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ പിടിച്ചിരുത്തിയിട്ട് ഇതാ കഴിക്കുന്നു പറഞ്ഞിട്ട് ദോശയൊക്കെ ചുട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ കഴിക്കണുണ്ടോ ഒന്നും മൂപ്പർക്ക് ഓർമ്മയില്ല. കാരണം എന്നോട് എന്തൊക്കെയോ പറഞ്ഞ പണീനെ പറ്റി എന്തൊക്കെയോ സംസാരിച്ച് അവിടെ എങ്ങനെയാണ് കേട്ടോ ഇവിടെ അങ്ങനെയാണ് അതൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറയാണ്ടാണ് ഈ പേര് കഴിക്കണത് കേട്ടോ. എത്ര അപ്പം കഴിച്ചൊന്നും കൂടി മൂപ്പർക്ക് അറിയില്ല. അപ്പോൾ ഇന്ന് ചെയ്തത് വാഷിംഗ് മെഷീൻ്റെ ഭാഗത്ത് ഒരു സ്വിച്ച് വെക്കാനുണ്ടായിരുന്നു. ആ സ്വിച്ച് വെക്കാനുണ്ട്. അത് ആദ്യം അകത്തായിരുന്നു. ഇപ്പോൾ വാഷിംഗ് മെഷീൻ്റെ അടുത്ത് തന്നെ കേട്ട് വെച്ചാൽ നമുക്ക് എപ്പോഴാച്ചാൽ ഓണാക്കാനും ഓഫാക്കാനൊക്കെ പറ്റുമല്ലോ. അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിച്ച് മൂപ്പര് എണീറ്റ് പോയി. പിന്നെ ഞാൻ ആ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റാക്കി അവിടേക്ക് തുടച്ച് വെച്ചു. ഇപ്പോൾ വൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഒരു ക്ലീൻ ആക്കാൻ ഞാൻ എന്തോ പോലെ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് വൈറ്റ് തന്നെ മതി, വൈറ്റ് വീതന മതി എന്ന് പറഞ്ഞത്. എല്ലാവരും ബ്ലാക്കാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഒരിക്കൊക്കെ ദോശയൊക്കെ ഉണ്ടാക്കിയാലും ഞാൻ അതാ 2 മുട്ടയും കുറച്ച് തൈരൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ രാവിലെ ഉണ്ടാക്കിയ ചിക്കൻ കറിയൊക്കെ ഇട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നത്. നല്ലൊരു കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പാലൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഒക്കെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് വേണം.